എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാറ്റിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂൺ 2025 എങ്ങനെയാണ് എന്ന് നോക്കാം. Knight of Wands, Page of Wands, Four of Swords, Three of Swords, Nine of Swords. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നൈറ്റ് ഓഫ് ഫോൺസ് ആൻഡ് ത്രീ ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചെടുത്ത് പറയുകയാണെങ്കിൽ പഠനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് അതിനുള്ള ഫലം ലഭിക്കുക. കാരണം ഈ ഒരു സമയം പൊതുവേ അതായത് നിങ്ങൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ചില വ്യക്തി, അതായത് പഠനമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പഠനം നിർത്തേണ്ടി വരുന്ന സാഹചര്യം അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ ചില ആളുകളിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരിലുമല്ല എന്ന് വെച്ചിട്ട് ആ ഒരു ഇതിലേക്ക് പോകണം. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പോകുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ ഒരു അന്തരീക്ഷം കാണിക്കുന്നുണ്ട്. അപ്പോൾ താൽക്കാലികമായിട്ട് പഠനം നിർത്തുകയോ അല്ലെങ്കിൽ ജോലിക്ക് പോകേണ്ടി വരുന്ന ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സമയം കാണിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊരു ചെറിയ സങ്കടം ഉണ്ടാകാം താൽക്കാലികമായിട്ട്. ഭാവിയിൽ അതിനുള്ള മാറ്റങ്ങൾ വന്നേക്കാം. എന്തായാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ പ്രണയ നൈരാശ്യം ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പ്രണയ നൈരാശ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. കാരണം ഇവിടെ പ്രണയ നൈരാശ്യം പറയാൻ കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു പ്രണയത്തിലാണ്. പക്ഷെ നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി ഈ വ്യക്തി അതൊരു വിവാഹത്തിലേക്ക് പോകും എന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ വിവാഹത്തിലേക്ക് പോയാൽ നല്ലൊരു രീതിയിൽ പോകും എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പക്ഷെ നിങ്ങളത് വീണ്ടും ഇനി തോന്നലുകളാണോ അല്ലെങ്കിൽ വെറുതെ ഓവറായിട്ട് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാണോ എന്നൊക്കെയുള്ളത് നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവാം. പക്ഷെ അല്ല, ഇത് ഓവർ തിങ്കിങ്ങും കാര്യങ്ങളൊന്നും അല്ല. സിറ്റുവേഷൻ അങ്ങനെയാണ്. ആ ഒരു വ്യക്തി ചിലപ്പോൾ നിങ്ങൾക്ക് ചേരുന്നൊരു വ്യക്തിയല്ല എന്നുള്ളത് സാഹചര്യങ്ങൾ തെളിയിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതിന് ഒരു ബ്രേക്കപ്പിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ആ വ്യക്തി നിങ്ങൾക്ക് പറ്റിയതല്ല എങ്കിൽ കൂടിയും നിങ്ങളായിട്ട് ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെ നിങ്ങൾ എങ്ങനെ ഇത് തുറന്ന് സംസാരിക്കുമെന്ന ചിന്തയിൽ നിൽക്കുമ്പോൾ ആ വ്യക്തി തന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നൊരു സിറ്റുവേഷൻ ആവാം ചില ആളുകൾക്ക്. പ്രണയവും കാര്യങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളൊരു സിറ്റുവേഷൻ ചെറിയ ചെറിയ ദുഃഖകരമായിട്ടുള്ള സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ഒരു മാസം മൊത്തം ദുഃഖകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്നുള്ളതല്ല. പേജ് ഓഫ് ഫോൺസ് ആൻഡ് നൈറ്റ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ്. കരിയർ പ്രൊഫഷൻ വൈസ് വളരെ നല്ലൊരു സമയമാണ് ഈ ഒരു മാസം കാണിക്കുന്നത്. അതിലൊരു നല്ല സമയം എന്ന് പറയുന്നത് ട്രാൻസ്ഫർ, പ്രൊമോഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് പ്രണയവും ായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. ജോലിയും, അതായത് ജോലിയിൽ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്നൊരു വ്യക്തി. ഇപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരുടെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, കൊളീഗായിരിക്കാം, ആ ഒരു വ്യക്തി നിങ്ങൾ തമ്മിൽ പ്രണയത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് പ്രണയത്തിലേക്ക് മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട് സാധ്യത പ്രൊമോഷനും ശമ്പള വർധനവ് പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ട്രാൻസ്ഫർ, പ്രൊമോഷനും മറ്റു കാര്യങ്ങളോ കാണിക്കുന്നതോടൊപ്പം തന്നെ പുതിയ ജോലിക്കുള്ള സാധ്യതയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കരിയറിൽ ഈ പറഞ്ഞ പോലെയുള്ള നേട്ടങ്ങൾ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് കാണിക്കുന്നതോടൊപ്പം തന്നെ കരിയറിൽ നിങ്ങൾ ചിലപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ നിങ്ങളിൽ കാണിക്കുന്നു, ടോക്സിക് സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ടോക്സിക് എനർജിയിൽ നിന്ന് പുറത്ത് കിടക്കുന്നതാണ്. കാരണം ഇവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മാനിപ്പുലേഷൻ കാണിക്കുന്നു. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ കൊളീഗോ മറ്റോ നിങ്ങൾക്ക് എതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ടോക്സിക് എനർജി നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ
ആ ഒരു ടോക്സിസിറ്റിയിൽ നിന്ന് മറികടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പുതിയ ജോലിയിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഉള്ള ഒരു നെഗറ്റീവ് അന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് പൊതുവേ കരിയറും അത് മാനസികമായിട്ട് ഒത്തിരി സന്തോഷം തരുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം അത് നിങ്ങളുടെ ജോലിയിൽ വളർച്ച, ഒരു ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ജോലി നല്ല രീതിയിൽ നമ്മൾ ജോലിയിൽ പ്രാപ്തരാണെങ്കിൽ കൂടിയും ജോലി ചെയ്യുന്ന ചുറ്റുപാടും ആ കമ്പനിയിൽ ഉണ്ടാകുന്ന ഒരു നെഗറ്റീവ് അന്തരീക്ഷം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ ജോലിയെ ബാധിക്കുക, നിങ്ങളുടെ മെൻ്റൽ പീസിനെ ബാധിക്കുക. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടുന്നൊരു സമയം എന്നുള്ള രീതിയിൽ പറയാം. ഇവിടെ ഹെവി മാനിപ്പുലേഷൻ കാണിക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ജോലിയെ ബാധിക്കുന്ന തരത്തിലുള്ള നെഗറ്റിവിറ്റീസിൽ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില വ്യക്തികൾ പ്രത്യേകിച്ച് നിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന പോലെ അതായത് നിങ്ങളോട് മനഃപൂർവ്വമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളുടെ അതേസമയം നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ ആയിട്ട് അടുപ്പമുള്ള വേറെ ചില ആളുകളോടൊക്കെ വളരെ നല്ല രീതിയിൽ സംസാരിക്കും. നിങ്ങളോട് പറയുമ്പോൾ കുത്തിപ്പറയുന്ന പോലെ അല്ലെങ്കിൽ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു സംഭാഷണങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചില സമയങ്ങളിൽ നിങ്ങൾ മറ്റുള്ളവരോടൊക്കെ നന്നായിട്ടാണെങ്കിൽ നിങ്ങളോട് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളാ ഓവർ തിങ്ക് ചെയ്യണമെന്ന് ചിന്തിക്കാം. ആ ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള വ്യക്തികൾ അത് സഹിച്ചു നിൽക്കേണ്ട കാര്യമില്ല, അത് സഹിക്കേണ്ട കാര്യമില്ല എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് കിടക്കുകയാണ്. കാരണം പേജ് ഓഫ് ഫോൺസ് ആൻഡ് 9 ഓഫ് കപ്സ് എനർജി കണക്ഷൻസ് ആണ്. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അനാവശ്യമായിട്ട് ചിന്തകൾ, ടെൻഷൻസ്, സ്ട്രെസ്സൊക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ വർക്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസ് ജോലി സംബന്ധമായിട്ട് കരിയറായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളൊരു എനർജി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ജോലിയിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും. അപ്പോൾ ലേ ഓഫ് കാര്യങ്ങളൊക്കെ ജോലിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ആളുകളൊക്കെ പറഞ്ഞു വിടുന്ന സിറ്റുവേഷനോ അങ്ങനത്തെ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഭയങ്കര വലിയ മനപ്രയാസമായിരിക്കും. അപ്പോൾ ഇനി എന്താവും ജോലിയുടെ അവസ്ഥ, ഇനി മുന്നോട്ടേക്ക് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ചിന്ത ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു അവസരമായിരിക്കും. കാരണം നിങ്ങൾക്കൊരു സ്ട്രെസ്സ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുഷ് ആവശ്യമാണ് നിങ്ങൾക്ക്. അതായത് പലപ്പോഴായിട്ട് നിങ്ങൾ ജോലിയിൽ നിന്ന് മാറണമെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ ഇത്രയും അന്തരീക്ഷം നെഗറ്റീവ് ആകും. പല ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ ഭയങ്കര ഭീകരമാകുമ്പോഴാണ് അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള ഒരു പരിധി വരെയൊക്കെ സഹിക്കും. സഹനത്തിൻ്റെ ആ ഒരു സീമ ലംഘിച്ച് കഴിയുമ്പോഴാണ് നിങ്ങൾ ഇനി മതി, ഇതിൽ കൂടുതൽ സഹിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങളിലേക്ക് പോകുന്നു. ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ചില ആളുകളെ സംബന്ധിച്ച് വീട്ടമ്മമാരിലും ഇത് കാണിക്കുന്നുണ്ട്. അതായത് പൊതുവേ നിങ്ങൾ സഹനത്തിൻ്റെ അപ്പുറത്തേക്ക് ആയി കഴിഞ്ഞു, അങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുക്കുന്ന സിറ്റുവേഷനാണ്. ചില വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ചില ബന്ധുക്കളായിരിക്കാം അനാവശ്യമായിട്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ മാത്രം കുത്തി സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റുള്ളവർ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് തരാതിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലൊക്കെ നിങ്ങൾ തുറന്ന് സംസാരിക്കുകയാണ്. ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക ഇനി മുതൽ എന്നുള്ളത്. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഇതുവരെ സംസാരിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യം അതേ രീതിയിൽ തന്നെ മറുപടി കൊടുക്കാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളത് നിർത്താനായിട്ട് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് മറുപടി പറയുമ്പോൾ അവർ അതിൽ നിന്ന് പിന്മാറുന്നുണ്ട് എന്നുള്ളതാണ്. 4 ഓഫ് സോഡ്സ് ആൻഡ് 3 ഓഫ് സോഡ്സ് എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഒരു പരിധി വരെ നിങ്ങൾ ആണ് നിങ്ങളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. റിട്ടയർമെൻറ്റ് ഫേസിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച ഒരു എനർജി ഇവിടെ നിങ്ങൾ ഓവറായിട്ട് മനപ്രയാസം, ഉറക്കക്കുറവ്, ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഒന്ന് ആക്റ്റീവായിട്ടിരിക്കുക. ഒരു പ്രായമായി ഇനി എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചാൽ എവിടെയെങ്കിലും ചടഞ്ഞുകൂടി ഇരിക്കുന്നത് മാറ്റി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുക. നിങ്ങളുടെ അന്തരീക്ഷവും സാഹചര്യവും എന്ത് തന്നെ ആയാലും നിങ്ങളെ ആരോഗ്യത്തോടു കൂടി വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഒന്ന് ആക്റ്റീവായിട്ട് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നതോ, കാറ്റ് കൊള്ളുക, പുറത്ത് ചെടികൾ, പൂക്കൾ, അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ചെയ്ത് നിങ്ങൾ ആക്റ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ കാരണം ഈ ഒരു മാസത്തിൽ എളുപ്പമാണ് പെട്ടെന്ന് ഡിപ്രഷൻ വരുന്നുണ്ട്. ആങ്സൈറ്റി, ഡിപ്രഷൻ കാര്യങ്ങൾ, ഉറക്കക്കുറവ്, ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ ആക്റ്റീവായിട്ട് വെക്കുക. നിങ്ങളുടെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഇല്ല എങ്കിൽ ഈ മാസം മുന്നോട്ടേക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും ചുറ്റുപാടുള്ള അന്തരീക്ഷമൊക്കെ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു മാസം പൊതുവേ നിങ്ങൾക്ക് ആക്റ്റീവായിട്ട്, അതായത് പ്രശ്നങ്ങളൊക്കെ, സങ്കടങ്ങളൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ തരണം ചെയ്ത് അതിനെയൊക്കെ അതിജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഈ സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്.
ഈ ഒരു സ്റ്റക്കായിട്ട് നിൽക്കാതെ, നിങ്ങളൊരു സ്റ്റക്ക് ഫീലിംഗ് ആണ് ഇനി എനിക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത്, അത് മെഡിറ്റേഷൻ യോഗ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിക്കുക. മഹാദേവൻ ശിവന് ധാര നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. തടസ്സങ്ങൾ നീക്കാൻ ഗണപതി ഭഗവാനെ ഭജിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.